എന്താ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതെന്നറിയുമോ? ജിബ്രീൽ വന്നിട്ട് നബിയോട് പറയുന്നു, നബിയെ ഖദീജ ബീവി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഫഖറ അലൈഹിസ്സലാമു മിർ റബ്ബിഹാ. ഖദീജ ബീവിക്ക് അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു നബിയെ, ഖദീജ ബീവിക്ക് പടച്ചോൻ സലാം പറഞ്ഞിരിക്കുന്നു നബിയെ. വമിന്നി, ഈ ജിബ്രീൽ എന്റെ സലാം ഞാൻ ഇതാ അറിയിക്കുകയാണ്. അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്ന ഒരു പെണ്ണ്, പ്രവാചകന്റെ ഭാര്യമാരിൽ പടച്ച തമ്പുരാൻ സലാം പറഞ്ഞ ഒരു പത്നി ഉണ്ട് എങ്കിൽ അത് ഖദീജ ബീവിയാണ്. എന്റെ സഹോദരിമാരെ ഓർക്കണേ, ആകാശത്തിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന്റെ എവിടെയോ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ എവിടെയോ അകലങ്ങളിൽ ഇരുന്നു കൊണ്ട് പടച്ച തമ്പുരാൻ അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് പറയുന്നു, അല്ലെങ്കിൽ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, ഖദീജ ബീവിക്ക് സലാം പറയാൻ, പ്രവാചകന്റെ ഒരു പത്നിക്ക് സലാം പറയാൻ അല്ലാഹു സലാം പറഞ്ഞു വിട്ട ഒരു സംഗതി, അല്ലാഹു സലാം അറിയിച്ചു കൊടുത്ത ഒരു സംഗതി, അല്ലെങ്കിൽ വേറെ ഏത് സഹോദരിമാരാണുള്ളത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയുകയാണ്, നബിയെ ഫഖറ അലൈഹിസ്സലാമു മിർ റബ്ബിഹാ. സലാം പറയണം ഖദീജയ്ക്ക്, എന്റെ സലാം ഖദീജയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വരികയാണ്, റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരികയാണ്. പ്രവാചകന്റെ മുമ്പിൽ വന്നപ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയോട് റസൂൽ വേദനയോടുകൂടി സന്തോഷത്തോടുകൂടി പറഞ്ഞു, അല്ലാഹു സലാം പറഞ്ഞു കൊടുത്തു. അല്ലാഹല്ലേ സലാം പറഞ്ഞത്? സ്വന്തം ഭാര്യയ്ക്ക് പടച്ച തമ്പുരാൻ സലാം പറഞ്ഞു കൊടുക്കുന്നറിഞ്ഞാൽ ഏത് ഭർത്താവിന്റെ മനമാണ് ഒഴുകാതിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ കരകണ്ണുകളോട് ഖദീജയെ എടുത്തു വിളിച്ചിട്ട് പറയുന്നു, ഖദീജ അല്ലാഹു നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട് ഖദീജ, ജിബ്രീലും സലാം പറഞ്ഞിട്ടുണ്ട് ഖദീജ, പടച്ചോന്റെ സലാം കിട്ടിയ പെണ്ണല്ലേ ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ സലാം അങ്ങോട്ട് കേട്ടപ്പോ വല്ലാതെ വിറച്ചു പോകുന്നു. കൺതടങ്ങൾ ഇതാ സജലങ്ങളായി, അത് കബോലങ്ങൾ നനച്ചുകൊണ്ട് താഴേക്ക് ഒഴുകി വരികയാണ്. ഖദീജ ബീവി പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് ഖദീജ ബീവി പറയുകയാണ്, ഇന്നഹു ഹുവസ്സലാം. ഖദീജ ബീവി സലാം മടക്കുകയാണ്. അല്ലാഹു തന്നെ സലാമല്ലേ, പിന്നെങ്ങനാ അല്ലാഹുക്ക് സലാം മടക്കുന്നത്? അതുകൊണ്ട് ഇന്നഹു ഹുവസ്സലാം, അല്ലാഹു തന്നെ സലാമാകുന്നു. വഅലാ ജിബ്രീൽ അസ്സലാം, ജിബ്രീലിന്റെ സലാം ഉണ്ടാകട്ടെ. വഅലൈക്കസ്സലാം യാ റസൂലല്ലാഹ്, ജിബ്രീലിന് മാത്രമല്ല നബിയെ, അങ്ങേക്കും എന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. എന്റെ സഹോദരിമാരെ, അല്ലാഹു സലാം പറഞ്ഞ ഒരു സഹോദരി, അല്ലാഹു സലാം പറഞ്ഞ ഒരു പെണ്ണ് പ്രവാചകന്റെ പത്നിമാരിൽ ഉണ്ടെങ്കിൽ അത് ഖദീജ ബീവിയാണ്, അത് ഖദീജ ബീവിയാണ്. പടച്ച തമ്പുരാൻ ഒരു പെണ്ണിന്റെ മനോമുഖരം അറിയുന്നുണ്ട്, അല്ലാഹു ഒരു പെണ്ണിന്റെ ഭക്തി തിരിച്ചറിയുന്നുണ്ട്, അല്ലാഹു ഒരു പെണ്ണിന്റെ നോട്ടം തിരിച്ചറിയുന്നുണ്ട്, അല്ലാഹു ഒരു പെണ്ണിന്റെ ആത്മാർത്ഥത തിരിച്ചറിയുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. അല്ലാഹു നിങ്ങൾക്കും സലാം പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് പോലെ നിങ്ങളുടെ നോട്ടത്തെ നിങ്ങൾ നിയന്ത്രിക്കണേ. അല്ലാഹു സലാം പറയും. അതുപോലെ തന്നെ നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ നിയന്ത്രിക്കണേ. വസ്ത്രത്തിന്റെ കാര്യത്തിൽ ബദ്ധശ്രദ്ധ പുലർത്തണേ. ഇസ്ലാമിന്റെ മൂശയിൽ ജീവിതത്തെ വാർത്തെടുക്കണേ. ഭർത്താവിനോട് കൂറ് പുലർത്തണേ. അല്ലാഹു സലാം പറഞ്ഞേക്കാം. അത് കൊണ്ടുവരാൻ ഒരു ജിബ്രീലില്ലെങ്കിലും, അത് കൊണ്ടുവരാൻ അത് അറിയിക്കാൻ ഒരു റസൂൽ നമ്മുടെ മുമ്പിലില്ലെങ്കിലും അല്ലാഹു സലാം പറഞ്ഞേക്കാം സഹോദരിമാരെ. അതുകൊണ്ട് നിങ്ങൾ ഈ നിർദ്ദേശങ്ങൾ പാലിക്കണേ. ആയിഷ ബീവി റളിയല്ലാഹു, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സലാം പറഞ്ഞു വിടുകയാണ്. എന്റെ സഹോദരിമാര് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, പടച്ച തമ്പുരാൻ ഒരാളെ ഇഷ്ടപ്പെട്ട അങ്ങനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ. അതുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചേ മതിയാകും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ പറയുന്നു, ഖുൽ ലി അസ്വാജിക വ ബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. അതുകൊണ്ട് റസൂലേ, ഖുൽ ലി അസ്വാജിക വ ബനാതിക, അങ്ങയുടെ പത്നിമാരോടും അങ്ങയുടെ പെൺകുട്ടികളോടും അങ്ങ് പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മൂടുപടം താഴ്ത്തിയിടാൻ, പർദ്ദ ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.